നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ആലുവ പോലീസ് സ്റ്റേഷൻ അതിന് ഓപ്പോസിറ്റ് ഒരു ചായക്കടയുണ്ടായിരുന്നു. ആ ചായക്കടയിൽ നിന്ന് ആലുവ പോലീസുകാർ ചായ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടുപോയി കൊടുക്കും, അവന് കുടിക്കുകയും ചെയ്യും. ഒരു ദിവസം ഈ ചായക്കടക്കാരൻ വർഷക്കാരുടെ പരിചയമുണ്ട്. ഈ ചായക്കടക്കാരൻ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോഴേ എന്തോ കാരണത്താൽ ആ ചായക്കടക്കാരനെ തല്ലി. തിരിച്ചു വന്നപ്പോൾ ഈ കടക്കാൻ ചോദിച്ചാൽ അന്ന് നിങ്ങൾ എന്നെ തല്ലി, അത് ഞാൻ തൊപ്പി തല്ലി വെച്ചാൽ പിന്നെ എനിക്ക് ആളും തിരിഞ്ഞ് അറിയില്ല എന്ന് പറഞ്ഞു. ഈ കടക്കാരൻ വേണ്ടിയില്ല. പിന്നെ ഒരു ദിവസം സൗകര്യമായിട്ട് ഈ പോലീസുകാരൻ അവിടെ ചായ കുടിച്ചപ്പോൾ തൊപ്പി അവിടെ ഊരി വെച്ച് ചായ കൊത്തതിന് ശേഷം ആ തൊപ്പി ഈ കടക്കാരൻ്റെ തലയിൽ വെച്ചിട്ട് അയാളെ പോലീസ് ഒരു അടി കൊടുത്തു. എന്താ വെച്ചാൽ നിൽക്കും തൊപ്പി തല്ല പിന്നെ ആൾ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ കസ്റ്റംസ് സൂപ്രണ്ട് എല്ലാ ഭാഷകളും നോക്കണ്ടേ. സൂപ്രണ്ട് സാറേ, നിങ്ങൾ നിശ്ചയിച്ച അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷിക്ക് തലവേദനയാകാൻ പറ്റുമോ? നിങ്ങൾ തലവേദന ആക്കിയില്ലേ? ആ കേസ് എവിടെയെല്ലാം ചെന്ന് ആരുടെയൊക്കെ പുറകിൽ നടന്ന കേസാണ്. അതിനെല്ലാം ഉത്തരവാദിയായിട്ടല്ലേ പെട്ടെന്ന് ഫോൺ കോൾ വന്ന് നിർത്തിയൊക്കെ അന്വേഷിപ്പാണ് എന്നാണ് ബിജു തോമസ്, സർക്കാരിനല്ല. അപ്പോൾ ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ പറയാണ്, കൂടുതൽ വ്യാഖ്യാനം പറഞ്ഞില്ല. അതിനും ഉത്തരം പറഞ്ഞ് നമ്മുടെ മറുനാടൻ പറഞ്ഞു പല പോയിൻ്റൊക്കെ. അത് നമ്മൾ ഉത്തരം പറയുന്നില്ല, കാരണം ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്താണ് BJP, കേരളത്തിൽ ഭരണപക്ഷത്താണ് CPM. ഈ രണ്ടുപേരും പാർട്ടിയിലും ചില ചർച്ചകൾ തമാശക്കാണെങ്കിൽ അവർ ചില ചിന്തിക്കുന്നതിൽ പറയുന്നത്, മനസ്സോട് പറയുന്നത്, രാഹുൽ ഗാന്ധി ബോംബ് പൊട്ടിക്കും അത് പൊട്ടിയില്ല സംശയമാണ്, പക്ഷെ മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് ഇവിടെ ബോംബ് പൊട്ടിച്ചു വന്നു. തമാശക്കാണെങ്കിൽ ഗൗരവമുണ്ട്. കുഞ്ഞാക്കായും സതീശനും മനസ്സിലാക്കണം. നിങ്ങൾ രണ്ടുപേരും ഊതി വീർപ്പിച്ച ബലൂണില്ലേ മൊയ്തീൻ ഷായും ഗ്രൂപ്പും ഒരൊറ്റ ദിവസം കൊണ്ട് പൊട്ടിച്ചളഞ്ഞ്. എടോ, ആകെ മുസ്ലിം ജനസംഖ്യയിൽ ആകെയുള്ള മുസ്ലിം ജനസംഖ്യയിൽ 21% മാത്രമുള്ള കുഞ്ഞാക്കായി 110 സീറ്റ്, മോർ ദാൻ 110 സീറ്റ്സ്. സതീഷ് അതിനെ വരുന്നു. കുഞ്ഞാക്കയുടെ കപ്പാസിറ്റി അല്ല, മുസ്ലിം ലീഗിൽ ആകെയുള്ള മുസ്ലിങ്ങളിൽ 23%, അല്ല ആകെയുള്ള മുസ്ലിങ്ങളിൽ 23%, ആകെയുള്ള മുസ്ലിങ്ങളിൽ ആകെ 23 ലക്ഷം മുസ്ലിങ്ങളാണ് മെമ്പർഷിപ്പ് ഉള്ളത്. ആകെ ഇപ്പോൾ ഏതാണ്ട് 140 മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ, 1.4 CR. അതിൽ 23 ലക്ഷം പോയാൽ ബാക്കി എത്രയുണ്ട്? 1,17,00,000 മുസ്ലിങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. അവർ കണ്ടുകൊണ്ടാണ് കുഞ്ഞാക്കായൊക്കെ നല്ല തമ്മിൽ തുണി കഴിക്കുന്നത്. സതീഷിൻ്റെ കപ്പാസിറ്റി ഞാൻ പറഞ്ഞു, കോൺഗ്രസ് കപ്പാസിറ്റി ഒറ്റയ്ക്ക് 5 സീറ്റ് പോലും കേരളം ജയിക്കില്ല. ആ സതീശൻ പറയുന്നത് 110 സീറ്റ് കിട്ടിയില്ല ഞാൻ രാജിവെക്കും. ഇവിടെ രാജിവെക്കണം. എടോ സതീശ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നമ്മൾ കണ്ണടിച്ച് ഇട്ടാക്കിയിട്ട് കാര്യമില്ല. 40% മുസ്ലിങ്ങളുള്ള ഒരു സമുദായമുണ്ടോ കേരളത്തിൽ? മുസ്ലിങ്ങൾ അല്പശ്ലോകം നിൽക്കാം. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അൻവറിനോട് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ആദർശമായിട്ടോ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എങ്കിലും ആ ഒരു റെപ്രസെൻറ്റേഷൻ ഉള്ള അൻവറിന് നിങ്ങൾ ആ മുന്നിൽ ചേർക്കാൻ പറഞ്ഞ് കുഞ്ഞാക്ക് ഉൾപ്പെടെ കാല് പിടിച്ച് പറഞ്ഞില്ലേ സതീശ? നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? പട്ടി തള്ളിക്കളഞ്ഞു. ഇന്നും ഷാജഹാൻ പറഞ്ഞു പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുകയാണെങ്കിലും അയാൾ ഇന്നലെ പറഞ്ഞാലോ, ഒരു വിദേശ മലയാളി സംഘടന, അയാളും അയാളുടെ ഒരു പെണ്ണ് പങ്കാളി മാത്രമുള്ളൂ എന്ന് പറഞ്ഞു, വേറെ ആരുമില്ല. അതിന് നിങ്ങൾ മുന്നണിയിൽ UDF ഘടകകക്ഷിയാക്കാനും ഒരു സീറ്റ് പങ്കിടാനോ ആരും ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ആരോട് ചോദിച്ചു? പിന്നെ കോൺഗ്രസ് UDF ഘടകകക്ഷികൾ ചോദിച്ചിട്ടാണോ അയാൾ ചേർത്ത് കണ്ണൂർക്കാനൊരു പുള്ളിക്കാരി ചേർത്ത്? അതാണ് ഷാജഹാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് ഒരു നിയമം ഉണ്ടായില്ല. സതീഷ് ഒരു UDF ചോദിച്ചില്ല. പക്ഷെ അൻവർ വന്നപ്പോഴും അൻവറിൻ്റെ വക്കീൽ അല്പം വീഴ്ച ഉണ്ടായാൽ സത്യമാണ്. അത് മണ്ടനായതുകൊണ്ട് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വല്ല മുസ്ലിം സഹോദരൻ ഞാൻ ഉൾപ്പെടെ മറ്റ് ഭൗതിക ജീവിതത്തിൽ അല്പം മണ്ടത്തിലാണ്, ആത്മീയ ജീവിതത്തിൽ ഒരു ഉന്നതനാണ്. ഓക്കെ, എന്തുകൊട്ടെ, എങ്കിലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് ഇത്രയും ആൾക്ക് പറഞ്ഞതിലേക്ക് എടുത്തില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി സംശയം വരും. ഇപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ
അല്ലെങ്കിൽ യു ഡി എഫിലെ പല പ്രവർത്തകർക്കും നിങ്ങളുടെ ഉദ്ദേശത്തിൽ സംശയമുണ്ടെന്നേ. ഒരു സംശയക്കാര്യത്തിലില്ല. ഇപ്പോൾ കളിച്ച് NSS ഇപ്പോൾ ഇത് എന്നോട് NSSൻ്റെ കയ്യിൽ കപ്പാസിറ്റി ഓട്ടൊന്നുമില്ല എന്നെങ്കിലും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സതീഷിൻ്റെയും പിന്നെ രമേഷിൻ്റെയൊക്കെ കപ്പാസിറ്റി എത്രയാണ്? വോട്ടിംഗ് കപ്പാസിറ്റി ആകെ ജനസംഖ്യയിൽ 9% ഉള്ളൂ. അതിൽ പകുതിയിലും BJPക്ക് പോവാണ്. ഇത്തവണ 70% എന്ന് പറഞ്ഞാൽ 100 1000 ഒന്ന് വോട്ട് ചെയ്യുമ്പോഴും ഒരു 1000 വോട്ടാണ് UDF സതീഷ നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങളാണ് അതിനുവേണ്ടി പരമാവധി ശ്രമിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് വാദിച്ചു. ഇപ്പോൾ ഉമ്മൻചാണ്ടി അന്ന് ചെറിയ ചതി ചെയ്തുപോലെ നിങ്ങളും ചതി ചെയ്യണം. ഇപ്പോൾ UDF പോയിക്കൊടുന്നുണ്ട്. എല്ലാം നിങ്ങൾ കിട്ടും, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല, മനസ്സിലായി? എന്നാൽ പോയിക്കോട്ടെ. ഉമ്മൻചാണ്ടി അത് ഞാൻ പറഞ്ഞത്. കാരണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, LDF ഞാൻ LDFനല്ല, പക്ഷെ LDF നിലനിൽക്കുന്ന ആഗ്രഹമുള്ളവരാ. അതിന് അതിന് UDF ജയിക്കണം. അതാണ് ഞങ്ങളുടെ ഫിലോസഫി, ഞങ്ങളുടെ മനഃശാസ്ത്രം. നിങ്ങൾ കണ്ട ബുദ്ധി മനഃശാസ്ത്രമല്ല. നിങ്ങൾക്ക് അധികാര രാഷ്ട്രീയം, നിങ്ങൾക്ക് ബാക്കി ആരെന്ത് ചെയ്താൽ കുഴപ്പമില്ല. ഞങ്ങളില്ല, അധികാര രാഷ്ട്രീയമില്ല, ആദർശ രാഷ്ട്രീയവും പിന്നെ ദീർഘമായ ചിന്തയാണ്. അത് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുമില്ല. എത്രയുണ്ട് അത്? LDFനെ സംബന്ധിച്ച് അവർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. ഇവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒരു വോട്ട് ബാങ്കിന് LDFനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ബാറ്റ് ബാങ്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടോ? ലീഗിന് ചെറിയ വോട്ട് ബാങ്ക് ഉണ്ട്, പക്ഷെ ചെറിയ വോട്ട് ബാങ്ക് ഉള്ളത് അത് ആകെ മുസ്ലിങ്ങളുടെ 4 പോലും ഇല്ല. 23 ഇല്ല, ഒരു 20% താഴെ ഉള്ളൂ, 5-1 അപ്പോൾ ആകെ മുസ്ലിം റെപ്രസെൻറ്റേഷൻ 5-1 ലീഗ് വിചാരിച്ചാലും തങ്ങൾ വിചാരിച്ചാലും ഇവിടെ UDF മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം ഓക്കെ എന്ന് വിചാരിക്കുന്ന മരമണ്ഡന്മാരെ കോൺഗ്രസ് നേതാക്കളെ ഞാൻ മുരളീധരൻ ഉൾപ്പെടെ പറയുകയാണ്. ആളുകളെ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കപ്പാസിറ്റി മനസ്സിലാക്കണം, നിങ്ങളുടെ പോരായ്മ മനസ്സിലാക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ പോരായ്മ എന്താണ് അത് മനസ്സിലാക്കും. പിന്നെ ഞാൻ നിങ്ങളുടെ സാധ്യത ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ മനുഷ്യാവുള്ളൂ. ഇതൊന്നും കോൺഗ്രസ് നേതാക്കൾ രമേശോ ചിന്തിക്കുന്നില്ല. രമേശ് ചിന്തിച്ചിരുന്നെങ്കിൽ ജനസംഖ്യയിൽ 9% ഉള്ളൂ, അതിൽ 1/3 പോലും അനുഭാവം ഇല്ല NSS കേരളത്തിൽ. ആ നേതാവ് റെക്കമെൻഡ് ചെയ്ത് പിന്നെ ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിച്ച് ആഭ്യന്തരമന്ത്രി കേൾക്കുമോ? നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരോട് പറയാമല്ലോ, എനിക്ക് ഇങ്ങനെ ഇത്ര സീനിയോറിറ്റികൾക്ക് എനിക്കൊരു സ്ഥാനം വേണമെന്ന് പറയും. അത് മാന്യമാണ്. നിങ്ങൾ പിടിച്ചിട്ടില്ല. ആടിന് 4 അകിടുണ്ട്. 2 അകിട് പാലുള്ളൂ, 2 അകിട് പാലില്ലാത്ത. പണ്ട് CH വന്ന പോലെ. അപ്പോൾ നിങ്ങൾ പിടിച്ച അകിടില്ലാത്ത പാലിലായി പോയി. അതാണ് സുകുമാരൻ നായർ. സുകുമാരൻ നായർ ഇവിടെ ആകെ ജനസംഖ്യയിൽ എത്ര % വോട്ടുണ്ട് കേരളത്തിൽ? മണ്ഡലത്തിൽ കാണിച്ചത് അത് നിങ്ങൾ ഒരു കാലത്ത് പൊക്കിയൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു, എത്ര ആൾക്കാരാണ് എൻ്റെ ഇത് ആശംസ പിന്നെ എന്നോട് എനിക്ക് ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇനി ഒരു കാരണം വെച്ചാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവില്ല. അതുപോലെ മുസ്ലിം ലീഗിന് ആളായിട്ട് നിൽക്കുന്ന കാലം കുഞ്ഞാക്കും മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ പോലും പറ്റില്ല. എന്താ ചെയ്യേണ്ടത്? മുസ്ലിം ലീഗിന് പേര് മാറ്റി മുന്നോട്ട് വേണം. രമേശ് മഠത്തിൽ കഴിഞ്ഞു പോയി. വായിൽ നിന്ന് പോയ വാക്കും കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് വലിയ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രമേശ് അങ്ങ് ചെയ്തു കഴിഞ്ഞു. സതീഷ് അത് സൂക്ഷിക്കുന്നത്. പക്ഷെ സതീഷ് അപ്പോൾ അത് ഒരു നയവില്ല. സതീഷ് എന്തോ ഒരു വലിയൊരു ആളാണെന്നുള്ള തോന്നലാണ്. അതാണ് ഞാൻ പറഞ്ഞു, കോട്ടയത്ത് KPC പ്രസിഡന്റായി പോയി യുദ്ധത്തിൽ പത്രസമ്മേളനത്തിൽ ആ മേക്ക് വലിച്ചില്ലേ? ബോധം വേണ്ടേ? അത് പുള്ളി അറിഞ്ഞിരുന്നില്ല, പുള്ളി അറിയാതിരുന്നു. അതാണ് പുള്ളി അൺഫിറ്റാകുന്നത്. ഇത് BJP മനസ്സിലാക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ വെറുതെ അല്ല, കാര്യമുണ്ട്. ഒരുപടി അന്തർലീനകട് മുസ്ലിം ലീഗിൻ്റെ പേരിൽ നിലനിൽക്കുന്നത്ര കാലം കേരളത്തിൽ ഈ ഒരു മുസ്ലിം ലീഗുള്ള ഭരണം പ്രതീക്ഷിക്കേണ്ട. തുറന്നു പറയാണ്, പെണിങ്ങാലും കൊള്ള തുറന്നു പറയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു പേരിൽ നിലനിൽക്കുന്ന കാലം ആ മുന്നണി കേരളത്തിൽ അധികാരം പ്രതീക്ഷിക്കേണ്ട. കോൺഗ്രസ് ആയാലും എന്തായാലും കൂടെ നിൽക്കാൻ പറ്റും. 2 കാര്യമാണ്. ഒന്ന്, UDF അത് മുസ്ലിം ലീഗിനെ കുത്തുക എന്ന് പറയും, സമ്മതിക്കില്ല. മറ്റൊന്ന് നായർ കുത്തുക എന്ന് പറയും. എന്നാൽ ഈ 2 പേരും കപ്പാസിറ്റി വോട്ടുണ്ടോ? 23% വരുന്ന ഈഴ വിഭാഗമുണ്ട്. മനസ്സിലായ സതീഷിന്, രമേഷിന്. അതിൽ 90% LDFന് വോട്ട് കൊടുക്കണം. ചെറിയ വ്യത്യാസം. ഇത് നിങ്ങൾ എവിടുന്ന വോട്ട് 9% എത്ര കിട്ടും? നിങ്ങൾ വാശി പിടിച്ച് ചോദിക്കുകയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ജന്മനാ അവകാശമുള്ളവരാണ്, ഇത് പാരമ്പര്യമായിട്ടുള്ള പോലെയാണ്. ആ പാരമ്പര്യവാദമൊന്നും ഇല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. പാരമ്പര്യവാദമൊന്നും ഇല്ല കേട്ടോ, അത് വെറും തോന്നലാണ്.
അപ്പോൾ അതാണ് മൊയ്തീൻ ഷേഡ് ഗ്രൂപ്പ് പൊട്ടിച്ച ബോംബ് പൊട്ടി എന്ന് പറഞ്ഞ് BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറയുന്നത്. അത് സത്യമുണ്ട്. പക്ഷേ വോട്ടുണ്ട്, UDF ജയിപ്പിക്കാനുള്ള വോട്ട് ഇവിടെ കിടപ്പുണ്ട്. അതിൽ സംശയമില്ല സതീഷ, രമേശ്, കുഞ്ഞാക്ക. പക്ഷെ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞാക്ക മുസ്ലിം ലീഗ് എന്ന പേര് മാറ്റിയിട്ട്, മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയതായിൽ വരികയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോൾ ചെയ്യുകയും ചെയ്യണം. ഈ രണ്ട് കാര്യം ചെയ്യാൻ തയ്യാറായാൽ ഞങ്ങൾ ഉറപ്പ് പറയുന്നു, UDF അധികാരത്തിൽ കയറി ഭരണം തരാം. രമേശോ സതീഷോ ഭരിച്ചോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഞങ്ങളിത് അധികാരമോഹത്തെ പോലെ പോകുന്നതല്ല. നീതി ലഭിക്കണം, വോയിസ് ഓഫ് ജസ്റ്റിസ്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സതീഷ് എന്താ മനസ്സിലാക്കിയിട്ടത്? 40% ഉണ്ടിൽ അൻവറോട് ഇറങ്ങി വന്ന് എന്തെങ്കിലും ആവട്ടെ. അയാൾ വലിയ രാഷ്ട്രീയക്കാരനല്ല, ഒരു പക്ക ബിസിനസ്സുകാരാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ LDF അങ്ങനെ വന്നല്ലാതെ രാഷ്ട്രീയമല്ല. അല്പം തെറ്റുണ്ട് എങ്കിൽ അത് ചെയ്യാൻ പാടില്ല അൻവർജി എന്ന് പറഞ്ഞിട്ട് മുന്നണി ചേർക്കേണ്ടിരുന്നോ? ആ മുന്നണി വിപുലമാവില്ലേ? ഇപ്പം നോക്ക്, RSP പിളരാൻ പോണ്, രണ്ടായി പോവാണ്. എടോ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നിങ്ങൾ LDF വിട്ടുകൊടുത്തത്? അന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പുണ്ടല്ലോ, കുഞ്ഞാക്ക് ജീവിച്ചിരിപ്പുണ്ടല്ലോ, പിന്നെ ഈ പറഞ്ഞ എല്ലാ കോൺഗ്രസ് നേതാക്കളെ എന്ത് കാരണത്തിലാണ് നിങ്ങൾ ജോസ് കെ മാണിയെ LDF പറഞ്ഞു വിട്ടത്? ഇപ്പോൾ RJD, ഞാനെൻ്റെ ആദ്യത്തെ പ്രസ്ഥാനം അറിയാലോ, RJDയിലെ ശ്രേയംസ് കുമാർ, അവർക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ. അനുചാക്കു നമുക്ക് വേണ്ടപ്പെട്ട വളരെ സ്നേഹമുള്ള ഒരു ചേച്ചി പോലെയാണ്. അവരൊക്കെ UDF വരാൻ ശ്രമിക്കുമ്പോൾ ആരോടോ പറഞ്ഞത് അവരൊന്നും എടുക്കാൻ പറ്റില്ല, മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്ന് ഏതോ ചുക്ര നേതാവ് കൊണ്ട് പറയിപ്പിച്ചതിൻ്റെ പുറകിൽ കളിച്ച കളിയാരാ? കാരണം ശ്രേയംസ് കുമാർ സതീഷിൻ്റെ പുറകിൽ നിൽക്കില്ല, അൻവർ പുറകിൽ നിൽക്കില്ല. പുള്ളിക്ക് പുറകിൽ നിൽക്കുന്ന ശിൽബന്ധികൾ മതി, അസിസ്റ്റന്റുകൾ മതി. ഇനി നേതാക്കൾ വേണ്ട, ഇനി പണികൾ മതി. എൻ്റെ കയ്യിൽ നിൽക്കുന്ന വാലാട്ടികൾ. അത് മനസ്സിലായില്ലേ? ഇതൊക്കെ ആരും അറിയില്ലെന്ന് നിങ്ങളുടെ ധാരണ. 3 ആൾ വെള്ളത്തിനടിയിൽ പോയി മൂത്രമൊഴിച്ചാലും പുറത്ത് വരുമ്പോൾ അറിയുന്ന കാലാണിത്. അത്ര ഫാസ്റ്റസ്റ്റ് അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജിയുള്ള കാര്യമാണ്. നിങ്ങളുടെയൊക്കെ മനസ്സ് അങ്ങനെ തന്നെ വായിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പെടുന്നേ. കേരളത്തിലൂടെ എറണാകുളത്തുണ്ട്. നിങ്ങൾക്ക് ഞാനൊക്കെ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ ഐഡിയ മനസ്സിലോ എന്താ അറിയാവുന്ന കണ്ടുപിടിക്കുന്ന ആൾക്കാർ കേരളത്തിൽ എറണാകുളത്തോരും ഉണ്ട്. വളരെ കുറച്ച് പേരുള്ളൂ, എല്ലാവരും ഇല്ല. അങ്ങനെയുള്ളൊരു കാലത്താണ് നിങ്ങൾ ഇതുപോലെ കണ്ണടിച്ച് കാലുപിടിക്കുന്നത്. കണ്ണടിച്ചിട്ടേ ഇട്ടാവില്ല. എന്ത് മാനദണ്ഡത്തിലാണ് ഈ 198 സീറ്റ് LDFിനുള്ളപ്പോൾ, 27 സീറ്റ് ആവശ്യത്തിൽ കവിഞ്ഞ് 27 സീറ്റ് ഇപ്പോഴും കൂടുതലുള്ളപ്പോൾ, ഒരു ഇതുമില്ലാതെ നിങ്ങൾ 110 സീറ്റ് ഞങ്ങൾ കിട്ടുമെന്ന് എവിടെയാണ് നിങ്ങൾ വോട്ട് കിടക്കുന്നത്? ഒന്ന് പറഞ്ഞേ സതീഷ. ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് ഇന്ന ഭാഗത്ത് വോട്ടുണ്ട്, ആ വോട്ടിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു. ഞങ്ങൾ പാറ്റേൺ തുറന്ന് പറഞ്ഞു, വോട്ടിൻ്റെ പാറ്റേൺ വോട്ടുണ്ട്, ശരിയാണ്. അത് കിടക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ടാണ്. 40% മുസ്ലിങ്ങളിൽ വോട്ടാണ്. ആകെ വോട്ടിൽ 40% പറഞ്ഞില്ലേ? ആ വോട്ട് പുറത്ത് കിടപ്പുണ്ട്. അവർ UDF വോട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇതുപോലെ ഞഞ്ഞ പറഞ്ഞും പിന്നെ രണ്ടാമതാക്കിയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടും യുക്തമായിട്ടും ശക്തമായിട്ടും സത്യസന്ധമായിട്ടും വിലയിരുത്തണം. അല്ലാതെ നിങ്ങൾ മുഖ്യമന്ത്രിയാകുന്ന ഈസി വാക്കോ നടക്കില്ല. അത്ര ഈസി അല്ല മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ. അത് ഒക്കേഷനിലാണ്, ആ സാന്ദർഭികമായിട്ട് ചില ചാൻസുകൾ കിട്ടുന്നത്. അല്ലാതെ നമ്മൾ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ശ്രമിച്ചാൽ നടക്കില്ല. അത് ചില സാഹചര്യത്തിൽ. ഇപ്പോൾ നമ്മുടെ NSSൻ്റെ പാർട്ടി NDP കർത്താവ് സാറ്, എൻ്റെ വളരെ സുഹൃത്തായ മരിച്ചു. കർത്താവ് സാറ് സുപ്രഭാതത്തിൽ ഇവിടെ ആരോഗ്യമന്ത്രി ഉണ്ട് കേരളത്തിൽ. ഒരു പ്രതീക്ഷ ഉണ്ടായില്ല, പെട്ടെന്നായി ഒരു സുപ്രഭാതത്തിൽ. അതുപോലെ സാഹചര്യം അത് ഒക്കേഷനിൽ നിന്നുണ്ട്, സാന്ദർഭികമായിട്ട് വരുന്നതാണ്. അല്ല ഞാൻ മന്ത്രിയാൻ വേണ്ടി നടക്കില്ല. ഒരു സിനിമ അവാർഡ് കിട്ടാൻ വേണ്ടി സിനിമ പിടിച്ചാൽ സിനിമ ആവില്ല. സിനിമ പിടിച്ചുകൊണ്ടിരിക്കുക, ചില കാര്യങ്ങൾ ഫോർമുലയൊക്കെ ഒത്തു വരുമ്പോൾ അതിന് അവാർഡ് കിട്ടും, അല്ലെങ്കിൽ നല്ല പോപ്പുലേഷൻ ഉണ്ടാവും, നല്ല പിന്നെ കാണികളുണ്ടാവും.
അപ്പം അതുകൊണ്ട് ഞാൻ അവാർഡിൽ പിടിക്കാമെന്ന് പറഞ്ഞാൽ പിടിച്ചാൽ ശരിയാവില്ല. അപ്പം ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് വൊക്കേഷനിലാണ്, സാന്ദർഭികമായിട്ട്. ഞാൻ കർത്താവ് സാറിന് വരുമ്പോൾ നോർത്ത് പാലം ഇറങ്ങുമ്പോൾ അമ്പലത്തിന് ഫ്രണ്ടിലെ സ്ഥലമൊക്കെ പുള്ളിയാണല്ലോ ഡോക്ടർ കർത്താവ്. ആ മനുഷ്യൻ മരിച്ചുപോയി, അധികം പ്രായമൊന്നുണ്ടായില്ല. തൃപ്പൂരിൽ നിന്ന് മത്സരിച്ചാക്കാലും NDP സ്ഥാനാർത്ഥിയായത് മന്ത്രിയായി. അങ്ങനെയാണ് വരുന്നത്. ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി ശ്രീ എച്ച് മുംബൈയായില്ലേ, ആരും പ്രതീക്ഷിച്ചതാണോ? അങ്ങനെ വരും, കിട്ടുമെന്നല്ലാതെ നിങ്ങൾ മുഖ്യമന്ത്രി പദം ആലോചിച്ച് നടന്നാൽ കിട്ടൂല. അതാണ്. അപ്പോൾ സതീശനും കോൺഗ്രസും രമേശും കുഞ്ഞാക്കായൊക്കെ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ ധാരയിൽ വന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് വിചാരിക്കുമെന്ന് കാര്യം നടക്കില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ദീർഘവീക്ഷണമില്ല. ദീർഘവീക്ഷണം ഉണ്ടായി. ഞാൻ പറഞ്ഞ കുഞ്ഞാക്കാട് ഇപ്പം മരിച്ചുപോയില്ല, ഇബ്രാഹിംകുട്ടി സാഹിബ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ നിമിഷം വരുന്നുണ്ട്, നാളെ വരികയല്ലോ ഉണ്ടല്ലോ. അതായത് പാലാരിട്ടം പാലം എന്തായാലും സത്യം, അത് ഇപ്പോൾ LDF പറഞ്ഞു വരുത്തില്ല. അങ്ങനെയല്ല, ഇങ്ങനെയായിരുന്നു സത്യം തെളിയിക്കുക ഇബ്രാഹിമിന് സാധിച്ചോ, കുഞ്ഞാക്ക് സാധിച്ചോ, ലീഗിന് സാധിച്ചോ, UDF സാധിച്ചോ? അതിനേക്കാൾ വലിയ അഴിമതി അരവണിലെ പിന്നെ മുട്ടം ഭാഗത്ത് മെട്രോൻ്റെ ഒരു പില്ലർ പണിതപ്പോൾ ആ പില്ലർ സാധാരണഗതിയിൽ പിന്നെ എന്താണ് ഇത്ര കരിങ്കല്ലും മുട്ടണമെന്നുള്ള അത്ര ആഴ്ത്തി പോകണം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വേറെ ഫുട്ട് എന്തൊക്കെ ഉണ്ടാക്കി ഉറപ്പിക്കാനൊക്കെ ഉണ്ട്. പറ്റിയില്ല. അവിടെ ആ പില്ലറിന് അടുത്ത് വേറെ പില്ലർ പണത്. അതിലേറ്റവും വലിയ ആരോപണം അഴിമതി. അതെന്താന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചോ? UDF സാധിച്ചോ? കുഞ്ഞാക്കൾക്ക് സാധിച്ചോ? ഈ ഇബ്രാഹിമിന് സാധിച്ചോ? LDF പുഷ്പം പോലെ അതിന് രക്ഷപ്പെട്ടില്ലേ? അതാണ് നിങ്ങൾക്ക് ദീർഘവീക്ഷണം, അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ ഇതുമില്ല. എങ്ങനെയോ ഓളത്തിൽ നിന്ന് ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ വോട്ട് കിട്ടി നിങ്ങൾ ഭരിച്ചു കുറേ കാലം. അത് കരുണാകരനും ഭരിച്ച്, ഉമ്മൻചാണ്ടി ഭരിച്ച്, പിന്നെ AK ആൻ്റണി ഭരിച്ച്, ബാക്കിയുള്ള അച്യുതാനന്ദനൊക്കെ പോട്ടെ, അച്യുതാനൊക്കെ പോട്ടെ. അത് ഈ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജാമ്യം നിർത്തിയാണ് വാങ്ങിച്ചത്. അത് നക്കാപ്പിച്ച കരുണാകരൻ ഉൾപ്പെടെ ലീഗിന് കൊടുക്കരുത്. ഇനി അത് വേണ്ട. നക്കാപ്പിച്ച ലീഗിന് കൊടുത്തിട്ട് മുസ്ലിം സമുദായത്തിന് വോട്ട് വാങ്ങി ജയിക്കാമെന്ന് ഈസി വാക്കുറാകാമെന്ന് പിന്നെ സതീശൻ കുഞ്ഞാക്കായി വിചാരിക്കണ്ട. നിങ്ങൾ സ്ഥാനം പങ്കെടുപ്പോൾ ഇപ്പോഴത്തെ കപ്പാസിറ്റിയിൽ മുസ്ലിം ലീഗിന് 15 സീറ്റുകൾ കൊടുക്കാൻ പാടില്ല. അത്ര കപ്പാസിറ്റി വോട്ട് പവറുള്ളൂ. 2 മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കാൻ പാടില്ല. ബാക്കി 8 മന്ത്രിസ്ഥാനം കൊടുക്കണം മുസ്ലിങ്ങൾക്ക്. അതിൽ 7 മിനിമം. ആ 7 ബാക്കി 5 കൊടുക്കേണ്ടത് ലീഗല്ലാത്ത കോൺഗ്രസ് മുസ്ലിങ്ങൾക്കാണ്, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും പാർട്ടിയിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾക്കാണ്. അവർക്ക് പ്രാതിനിധ്യം കൊടുക്കും. 7 മന്ത്രിസ്ഥാനം കൊടുക്കണം. പക്ഷെ അത് ലീഗിനല്ല കൊടുക്കേണ്ടത്. ലീഗ് ഇപ്പോൾ 20 സീറ്റ് 5 സീറ്റ് വയ്ക്കണം. നാളെ ജയശങ്കർ വക്കീൽ പറഞ്ഞു ലീഗ് 5 സീറ്റ് കൂടുതൽ വയ്ക്കണം, ലീഗ് അങ്ങനെയൊന്നും കൊടുക്കാൻ അവകാശമില്ലോടെ. നോ റൈറ്റ് അറ്റ് ആൾ. അവർക്ക് നമുക്കൊരു എനിക്കൊരു കപ്പാസിറ്റി ഉണ്ട്, എനിക്കും എൻ്റെ ഒരു കഴിവുണ്ട്, നിങ്ങൾക്ക് അതുപോലെ ഓരോരു കഴിവുണ്ട്. ആ കഴിവ് അനുസരിച്ച് വിഭജിക്കാൻ അതൊന്നും ഇല്ലാതെ കളിച്ചാലല്ലോ. ബോംബ് പൊട്ടി സംഗതി മനസ്സിലായി. നല്ല ബോംബ് പൊട്ടിയുള്ള തുണി മാറ്റിയപ്പോഴല്ലോ ഇത്രേ ഉള്ളൂ മനസ്സിലായി. വലിയൊരു പൊതിക്കെട്ടായിരുന്നു കുഞ്ഞാക്കാട് ലീഗും ഈ സതീഷിൻ്റെ കോൺഗ്രസും. ആ 2 പേരെ സൂചി വെച്ചപ്പോഴില്ല പൊട്ടിപ്പോന്നല്ലേ. ഈ കോൺഗ്രസ് ഇത്രയും കപ്പാസിറ്റി ഉള്ളതും കുഞ്ഞാക്ക് ഇത്രയും കപ്പാസിറ്റി മനസ്സിലായി. അതേസ്ഥാനത്ത് LDFനോ സ്ഥിരം ഒരു വോട്ട് ബാങ്ക് തന്നെ ഉണ്ട്. അത് വലിയ വിള്ളലും വന്നിട്ടില്ല. അതിൽ ഒരു വളർച്ച ഉണ്ടായത് അറബിക് സർവകലാശാല തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞാക്കായും പാർട്ടി തുരങ്കം വെച്ചപ്പോൾ മുസ്ലിം സമുദായത്തിൽ 2% പേര് ഒന്ന് മറച്ച് വോട്ട് ചെയ്ത്. ആ 2% മറിച്ചതിൻ്റെ പേരിലാണ് ഈ 99 സീറ്റ് LDF കിട്ടിയും ഒന്നിവിടെ തോറ്റുപോയത്. അല്ല, LDF വളർന്നിട്ടല്ല. പക്ഷെ കോൺഗ്രസോ നിങ്ങൾ എന്തുകൊണ്ട് നാളെ 20 പാർലമെൻറ്റ് സീറ്റുകൾ പങ്കിട്ടില്ലടോ. 20 പാർലമെൻറ്റ് സീറ്റ് അവസാനം. ഇത് ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. പക്ഷെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് വേണമല്ലോ അവർ. നിങ്ങൾ 20 സീറ്റ് പങ്കിട്ട് മരിച്ച ഉമ്മൻചാണ്ടി അത് അവസാന കൈ 19 കഴിഞ്ഞിട്ട് അവസാന കൈയാണ് സിദ്ദീഖിന് വയനാട് കൊടുത്ത്. ഞാൻ പറഞ്ഞാലും പറയണം, ജനങ്ങളിത് അറിഞ്ഞിട്ടേ അറിയാതെ ഒളിച്ചു വെച്ചതൊക്കെ ജനങ്ങൾ അറിയിക്കാൻ ആൾക്കാരും ഉണ്ടല്ലോ. ഇപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് അത് 6 മാസം മുമ്പ് രാഹുലിന് വച്ച സീറ്റാണ്. അങ്ങനെയെങ്കിൽ എന്താണ് പിന്നെ സിദ്ദീഖിന് സീറ്റ് കൊടുത്തത്? അപ്പോൾ നിങ്ങൾ ആരും പൊട്ടനാക്കുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞു, കുഞ്ഞാക്കാരെ നിങ്ങൾക്ക് പൊട്ടനാക്കാം, സതീഷ് പൊട്ടനാക്കാം,
കോൺഗ്രസ് മുസ്ലിം നേതാക്കളൊക്കെ പൊട്ടനാക്കാം. കാരണം അവർക്ക് നക്കാപ്പിച്ച് കിട്ടാൻ വേണ്ടി വാലാട്ടി നടക്കുന്ന അവർക്ക് MLA മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പാലു MLA അൻവർ സാദത്ത് ഒരു MLA സ്ഥാനം കിട്ടിയ ഇത് കിട്ടാനും പോകുന്നില്ല. കാരണം അത് പക്ഷെ ഞങ്ങൾക്കതല്ല, ഞങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള അവകാശങ്ങൾ എല്ലാ വിഭാഗത്തും കിട്ടണം. തുല്യനീതി, ഈക്വൽ ജസ്റ്റിസ് പറയും, തുല്യനീതി അത് വേണം. അത് ഞങ്ങൾ നിൽക്കുന്നത്. നക്കാപ്പിച്ച് പഞ്ചായത്ത് മെമ്പറിനോ വാർഡ് മെമ്പറിനോ ഒരു MLA-ക്കൊന്നുമില്ല, അവിടെ വേണ്ട. പക്ഷെ അത് ഉള്ളതുകൊണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കും. നിങ്ങൾ ചർച്ച ചെയ്യുന്നേ കണക്കുണ്ടല്ലോ. വോട്ടേഴ്സിന്റെ പാറ്റേൺ നോക്ക്. എങ്ങനെയാണ് കേരളത്തിൽ വോട്ടേഴ്സ് നടക്കുന്നത്? ആർക്ക് ഏത് ജാതിക്ക് വോട്ടുള്ളത്? ഇവിടെ നിന്ന് കോൺഗ്രസ് വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് മനസ്സിലാക്കും. ഇനി പൊട്ടനെ കളിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി സാറ് മരിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ജീവിച്ചിരിക്കുന്ന ചാണ്ടിമാരോട് പറയാണ്, അൻവർ സാദ് പിന്നെ സിദ്ദീഖിന് പിന്നെ വയനാട് സീറ്റിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അവസാന 20ാമത്തെ മാസം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 40% മുസ്ലിം അവർക്ക് ആ 40 മാറ്റി വയ്ക്കണം ആദ്യമായിട്ട്. ബാക്കി എന്നിട്ട് പങ്കിടാവുള്ളൂ. ഇത് നിങ്ങളെല്ലാം പങ്കിട്ടിട്ട് അവസാനം ഇപ്പോൾ 20ാമത്തെ സീറ്റ് കൊടുത്തു. വയനാട് കൊടുത്ത് പിറ്റേന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, അല്ലോ അത് പറ്റൂല, അത് നമ്മൾ 6 മാസം മുമ്പ് പിന്നെ രാഹുൽ ഗാന്ധിക്ക് പുറത്താണെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടോ, സിദ്ദീഖല്ല മൊയ്തീൻ ഷായും ഗ്രൂപ്പും. മൊയ്തീൻ ഷാ ഒന്നുമല്ല, 0. പക്ഷെ മൊയ്തീൻ ഷായുടെ കൂടെയുള്ള ഗ്രൂപ്പുകൾ അവർ ശരിക്കും കാര്യങ്ങൾ അറിയുന്ന ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഫിലോസഫിസ്റ്റുകളാണ്, ശാസ്ത്രജ്ഞന്മാരാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആർക്കും ഒന്നും നേടാനില്ല. ഒരു വാർഡ് മെമ്പർ പോലും ആവശ്യമില്ല. ഒരു കോർപ്പറേഷൻ്റെ സ്ഥാനമാനം വേണ്ട. തുല്യനീതി ലഭിക്കണം. അതാണ് ഞങ്ങളുടെ ജീവിതം പൂർത്തിയാവുള്ളൂ. ആ വൃത്തം പൂർത്തിയാണെങ്കിൽ തുല്യനീതി ലഭിക്കും. എല്ലാവർക്കും തുല്യനീതി. സോഷ്യൽ ജസ്റ്റിസ് വോയിസ്ലെസ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബോംബ് പൊട്ടിയെന്നുള്ളത് ശരിയല്ലേ? ഇപ്പം ഇതാ മുഖ്യമന്ത്രി സ്ഥാനം ആരും പറയലല്ലോ. 100 നായർ എന്നൊരു വോട്ട് ചെയ്യുമ്പോൾ 1 നായർ വോട്ടാണ് കോൺഗ്രസിൻ്റെ മുന്നണിക്ക് കിട്ടുന്ന ആൾക്ക്. 6 നായന്മാർ എത്ര ദിവസം കിടന്ന് അവകാശം പോലെ പറഞ്ഞു. ഇപ്പം എന്താ 1 നായരും മുഖ്യമന്ത്രി സ്ഥാനം പറയുന്നില്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് നായർ മാത്രമല്ല, ക്രിസ്ത്യാനിയായാലും ചോനായാലും കാക്കായാലും കാര്യങ്ങൾ മനസ്സിലാക്കണം. അവരവർക്ക് വായിൽ ഒതുങ്ങിയത് പറയാവൂ അല്ലെങ്കിൽ ചെയ്യാവൂ. അതാണ്. അപ്പോൾ ബോംബ് പൊട്ടിക്കണം ശരിയല്ലേ? നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ കമ്മിറ്റി കൊടുക്കുക. എന്താണ് ഈ മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയുന്നത് മനസ്സിലാക്ക്. അല്ലാതെ അവസാന ലാസ്റ്റ് ബസ്സാണ് UDF. ആ ബസ് അങ്ങോട്ട് കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വാ പൊളിച്ച് വലിയ കാര്യമുണ്ടോ? വെള്ളം ഒഴുകിയതിന് ശേഷം അണ കെട്ടിയിട്ട് കാര്യമുണ്ടോ? സതീഷിൻ്റെ ഒക്കെ തീരുമാനം എന്തറിയോ? അവർ ബുദ്ധിജീവിയാണ്, വലിയൊരു രാഷ്ട്രീയക്കാരനൊക്കെയാണ്, എല്ലാം സമ്മതിക്കാന്നേ. പക്ഷെ വെള്ളം ഒഴുകിയതിന് ശേഷം അവിടെ അണ കെട്ടിയ കാര്യമുണ്ടോ? ഈ 26 നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ UDF ഭരണം പോയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളേ? കൊല്ലാൻ പറ്റും? നിങ്ങൾ കൊല്ലാൻ പറ്റുമോ? കൊത്തുന്നത് കാര്യമുള്ളേ? അവിടെ എന്തിക്കണ്ട് 110 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കും, നാട് വിടുന്നൊക്കെ പറയുന്നല്ലോ. അത് വെള്ളാപ്പള്ളി വെല്ലുവിളിക്കാതിരുന്ന വെള്ളാപ്പള്ളി ആരെയും കേരള രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളി അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. പിണറായി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. രാഷ്ട്രീയമായിട്ട് അത് നിങ്ങൾ വെല്ലുവിളിക്കാം. വെള്ളാപ്പള്ളിയോട് വെല്ലുവിളിക്കുന്ന നിങ്ങൾ ആര്? വെള്ളാപ്പള്ളി ആരും ഇന്ത്യൻ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിൽ ഒരു അബ്കാരി നേതാവ്. അതുപോലെ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് സതീശനൊക്കെ രാജിവെക്കുന്നത് കേട്ടിട്ടോ? രഹസ്യമായിട്ട് ഇന്നാൾ കേട്ട് സതീശന് പ്രതിപക്ഷ സ്ഥാനത്ത് രാജിവെക്കാമെന്ന്. വഹിക്കേണ്ടി വരും. കാര്യങ്ങളെ വീക്ഷിച്ച് നിഷ്പക്ഷം ചിന്തിച്ച് UDF എങ്കിലും അധികാരത്തിൽ കയറ്റണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം കൂടെ ശക്തമായിട്ട് അവർ കയറ്റുകയും ചെയ്യും. പക്ഷെ അത് ഇതുപോലെ മണ്ടന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല. ഉരുളക്ക് ഉപ്പേരി പോലെ പിണറായി സഖാവോട് പറയാൻ തല്ലും കൊല്ലല്ല. കാര്യങ്ങൾ നടത്തി. അല്ല ഒളിഞ്ഞും പറ്റിയൊന്നും കുറ്റപ്പെടുത്തല്ല. എന്തൊക്കെ പറഞ്ഞ കേരള മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ബഹുമാനം നമ്മൾ കാണിക്കണം, റെസ്പെക്റ്റ്. അതുപോലെ മോഡിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, ആ ബഹുമാനം നമ്മൾ കാണിക്കണ്ടേ? അത് തെറ്റാണോ? എന്നിട്ട് നിങ്ങൾ യുക്തിയുക്തമായിട്ട് വെള്ളക്കുപ്പേരി പോലെ നിങ്ങൾ പ്രവർത്തിക്കണം. കൗണ്ടറായിട്ട് പ്രവർത്തിക്കണം. പിണറായി സഖാവ് ഒന്ന് പറയുമ്പോൾ നിങ്ങൾ 2 പറയണം. അത് കൗണ്ടറായിരിക്കണം, യുക്തിയിലായിരിക്കണം, അല്ല വ്യക്തിപരമായിരിക്കാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, രാജീവ് ഗാന്ധി കുറേ നാൾ ഇപ്പോൾ ഈ മോഡി വിരോധം മാത്രം. മോഡി എന്ന കേവലം വ്യക്തിയാണ് ഇഷ്ടം.
ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്ന ഒരു വ്യക്തിയാണ്, പ്രധാനമന്ത്രിക്കാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് നമ്മൾ വിമർശിക്കേണ്ടത്, വ്യക്തിയല്ല. രാഹുൽ ഗാന്ധി തുറന്നാൽ വായു തുറന്നാൽ ഒരു വ്യക്തിയാണ് വിമർശിക്കേണ്ടത്. മോഡി അതെന്നല്ലല്ലേ പ്രചരണം കിട്ടല്ലേ. അപ്പം അതുകൊണ്ട് സതീശൻ്റെയോടും കുഞ്ഞാക്കയോടും പറയാനുള്ളത്, നിങ്ങൾ ബുദ്ധിജീവികളും രാഷ്ട്രീയപരമുള്ള ആൾക്കാർ സംശയമൊന്നുമില്ല, പണമൊക്കെ ഉള്ള നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ 21 ലക്ഷം മാത്രം മുസ്ലിം മെമ്പർഷിപ്പുള്ള ലീഗ് വിചാരിച്ചാൽ ഒറ്റക്കൊന്നും ഭരണം കിട്ടാൻ പറ്റില്ല. 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ട് കിട്ടുന്ന നായർ സമൂഹത്തിന് നേതാക്കൾ മുന്നിൽ നിന്നുകൊണ്ടൊന്നും ഭരണം കിട്ടില്ല. ഭരണം കിട്ടിയാൽ വോട്ട് ബാങ്ക് എവിടെയാണ് കിടക്കുന്നത് അവരെ കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്ത് എല്ലാവരും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഭരണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇത് പറയാതിരിക്കണം. എങ്ങനെയെന്നേ, ഇന്നലെ CPWD കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയില്ലേ ബീഹാറിൽ ബിരിയാന്ന്, ഇവിടെ 10, 90, 200 പേരായിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും അറിയപ്പെടുന്ന മുസ്ലിം നേതാവിലുണ്ടായോ? ഫോട്ടോയിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ഉണ്ടായോ? 20% ഉണ്ടല്ലോ. ഞാൻ വർഗീയം പറയുന്നല്ലെന്നേ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലേ? ആണെങ്കിലും കുഴപ്പമില്ല. 20% ഉണ്ടോ ഏകദേശം? അതിൽ 99% വോട്ട് ചെയ്താൽക്കാണ് കോൺഗ്രസിനല്ലേ. കോൺഗ്രസ് മുന്നണിക്കില്ലേ. അങ്ങനെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറിൽ ഒരു അറിയപ്പെടുന്ന മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു മുസ്ലിം നേതാവ് ഈ രാഹുൽ ഗാന്ധിയോ ഈ അന്തോണിയോ വളർത്തിക്കൊണ്ടുവന്നോ? ഒരാളുടെ പേരോ നിങ്ങൾക്ക്? ഏതോ BSP രാജിവെച്ച് വന്ന ഒരു കാക്കട്ടാകെ കൂടി. പിന്നെയുള്ളത് സുഷമ സ്വരാജ്, ഷമാ മുഹമ്മദ്. ആരാണ് ഷമ മുഹമ്മദ്? ഒരു ഇറ്റലിക്കാര് ഭർത്താവ് ഭാര്യ എന്നല്ലാതെ ഷമ എന്ത് രാഷ്ട്രീയപാരമുണ്ട്? അവർക്ക് എന്താ പറയുക, ആകെ കൊടുത്തൊരു സ്ഥാനം കൊടുത്ത് അത് എടുത്തു കളഞ്ഞു. അങ്ങനെ വേണ്ട. ഈ 4-7 ആൾക്കാരുള്ള പാർട്ടിക്ക് സാധിക്കും ആനുകൂല്യം മുഴുവൻ കൊടുത്തിട്ട് ബാക്കി 100 ആൾക്കാർ നിങ്ങൾ കണക്കാക്കാതെ ഇരുന്നാൽ രാഹുലായാലും വേണ്ടില്ല, മറ്റാരായാലും വേണ്ടില്ല, ബുദ്ധിമുട്ടാവും. അത് അമർഷമുണ്ട് ഇന്ത്യൻ ജനതയ്ക്ക്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽ 20% വരുന്ന സമുദായത്തിൽ വളരെ അമർഷമുണ്ട് ഇന്ത്യയിൽ. ഈ കോൺഗ്രസ് കാണിക്കും. BJP കാണാൻ അവർ പറഞ്ഞാണ്. കോൺഗ്രസ് ഒരൊറ്റ വോട്ട് BJP കൊടുത്തോ മുസ്ലിങ്ങൾ? അവർ അത് എതിർത്താൽ മനസ്സിലാക്കാം. 99% വോട്ട് കിട്ടി രാഹുൽ ഗാന്ധി പ്രിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ ആധിപത്യം വഹിക്കാൻ? ഏത് നിലക്കൾക്ക് അവകാശം? ഞാൻ ഒരു കാര്യം വന്ന് നിർത്താം. നിങ്ങൾ രാഷ്ട്രീയ പാരമ്പര്യം എന്ത്? നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, ഹിന്ദുവാണോ, നായരാണോ, നമ്പൂരിയാണോ, ഇനി ബ്രാഹ്മണനാണോ? ആരാ നിങ്ങൾ? എന്താ നിങ്ങളുടെ ബേസ്? അതാണ് ഇപ്പോൾ BJP ചോദിക്കുന്നത്. BJP ചോദിക്കുമ്പോൾ അത് വൈരാഗ്യം കൊണ്ടാണ് ചോദിക്കുക, അല്ലെങ്കിൽ ശത്രുത ചോദിക്കുക. ഞങ്ങൾ ചോദിക്കും ശത്രുതയല്ലല്ലോ, സത്യമല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ കപ്പാസിറ്റി എടുത്ത് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ബേസ്? നിങ്ങൾ ബേസ് ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള വയനാട് മത്സരിക്കാൻ നോക്കുമോ? നിങ്ങളുടെ ബേസ് ക്രിസ്ത്യാനി ആണെങ്കിൽ നിങ്ങൾ അവിടെ പോവില്ലേ? നിങ്ങളുടെ ബേസ് ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷത്തിൽ പോയി നിൽക്കണ്ടേ? അതൊന്നുമില്ലാത്തപ്പോൾ നിങ്ങൾ ബേസ് എന്താണ്? നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിച്ചെത്താൻ പറ്റും? കഴിവുള്ള ഒരു നേതാവ് കോൺഗ്രസിലുണ്ടോ? ഉള്ളവരാണ്. രാഹുൽ കഴിച്ച് മാറ്റി നിർത്തിയാൽ ആരും ശിവശങ്കർ ഉണ്ടായിരുന്നു. ആ ശിവശങ്കർ അതിനൊന്നും കുടിക്കുന്നില്ല. ശശി തരൂരും മാറ്റി നിർത്തി. ഇപ്പം ഇന്നൊരു വാർത്ത കേട്ട് കർണാടകയിലെ ആഭ്യന്തരമന്ത്രി അഖില ഭാരതീയ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പരിഷത്തിൽ സംഘടന പരിപാടി ഉദ്ഘാടനം ചെയ്തു കർണാടക ആഭ്യന്തരമന്ത്രി. എവിടെ രാഹുൽ നിങ്ങളുടെ ഈ BJP വിരോധം, നിങ്ങൾ RS വിരോധം? ഇന്ന് ഒരു റെഡ്ഡി, മലയാളിയാണ് റെഡ്ഡി, എന്നോട് വിളിച്ചു രാഹുൽ ഗാന്ധി അൺഫിറ്റാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവ് കൂടി പറഞ്ഞാൽ നിർത്താം. എനിക്ക് കിട്ടിയ ഒരു അറിവ്, രാഹുൽ ഗാന്ധി കുഴപ്പക്കാരല്ല. രാഹുൽ ഗാന്ധിയും അമ്മയും പെങ്ങളുമായിട്ട് മാറി രാഷ്ട്രീയ ഉപേക്ഷിച്ച് വേറെ ആൾക്കാരെ ഏൽപ്പിക്കാറ്. അങ്ങനെ ഏൽപ്പിച്ച് മാറുന്ന സമയത്താണ് അതിന് അപകടം മനസ്സിലാക്കിയ ഒരു ഗ്രൂപ്പിൽ പിരിയാൻ പറ്റില്ല. 5000 കോടി മുടക്കി കോർപ്പറേറ്റ് സംസ്കാരത്തിൽ, കൾച്ചർ വഴി കോച്ച് സംസ്കാരത്തിൽ പദയാത്ര നടത്തിയത്. കറണ്ട് കാശിട്ടായില്ല കോൺഗ്രസ് 5000 കോടി ഇവിടുന്ന് കിട്ടിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ കോൺഗ്രസ് ആയി നിന്നാലേ ഇവിടെ ചില വിഭാഗങ്ങൾക്ക് ഭരണം നിലത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ, ഭരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 5000 കോടി കൊടുത്ത് അങ്ങനെ സംശയമുണ്ടെന്ന്. അവരൊക്കെ പ്രവൃത്തിയിൽ നമുക്ക് നിഷ്പക്ഷപാതികൾക്ക് സംശയമുണ്ട്. അവരാർക്ക് വേണ്ടി നിൽക്കുന്നു? നാടിന് വേണ്ടിയാണോ അത് മറ്റാരെയും സഹായിക്കാൻ വേണ്ടിയാണോ? അപ്പോൾ ഏതായാലും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരാൾ നന്ദി. ജയ് ഹിന്ദ്.